ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സൈസ് 10.3 വരുന്ന 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് വെക്ടറുകൾ, വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. അതിന് വേണ്ടിയിട്ട് അവയുടെ മാഗ്നിറ്റ്യൂഡ്സ് തന്നിട്ടുണ്ട്. ഒപ്പം എ ഡോട്ട് ബി എന്താണ് എന്നും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മാഗ്നിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3 ആണ്. വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് അതവിടെ 2 എന്നുമാണ് തന്നിരിക്കുക. ഇനി നോക്കുക, എ ഡോട്ട് ബി ആണ് √6 എന്നാണ് പറഞ്ഞിരിക്കുക അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു √6 എന്നാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മോഡ് എ ഇൻറ്റു മോഡ് ബി കോസ് തീറ്റയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു √6 എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുക. അപ്പോൾ നോക്കാം, മോഡ് എയും മോഡ് ബി അറിയാം. സോ √3 ഇൻറ്റു 2 കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു √6 എന്ന് പറഞ്ഞു. നമുക്ക് അവിടെ കോസ് തീറ്റ കാണാനായിട്ട് √6 ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് √3 ദെൻ 2 എന്ന് വന്നു അല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ട് ഡിവിഷനായി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ √6നെ √2 ഇൻറ്റു √3 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് √3 എന്ന് എഴുതാം. ഈ 2നെ വേണമെങ്കിൽ നമുക്ക് √2 ഇൻറ്റു √2 എന്ന് എഴുതാം. എന്തിനാ അവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ √3 കട്ട് ചെയ്ത് പോയി. നമുക്ക് ഒരു √2 കൂടെ കട്ട് ചെയ്ത് പോയി. അങ്ങനെ വന്നപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 എന്നാണ് നമുക്കവിടെ കോസ് തീറ്റ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 ആണ്, അഥവാ π/4 ആണ് അവിടുത്തെ ആംഗിൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് രണ്ട് വെക്ടറുകൾ തന്നിട്ടുണ്ട്. അവ തമ്മിൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം, എ ഡോട്ട് ബി എന്ന് പറയുന്നത് അതെന്താണ്, അത് മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്നാണ് ഫോർമുല പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ കോസ് തീറ്റ എഴുതുമ്പോൾ നമുക്ക് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി എന്നാണ് അവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എ ഡോട്ട് ബി വേണം, ഒപ്പം മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് എ ആൻഡ് ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. അപ്പോൾ എ ഡോട്ട് ബി കാണുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് കാണാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുക, A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3 എന്നാണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടുത്തെ റെസ്പെക്റ്റീവ് ഐയുടെ കമ്പോണൻസ് പ്രൊഡക്റ്റ് കാണുക, ദെൻ ജെയുടെ കമ്പോണൻസ് പ്രൊഡക്റ്റ് കാണുക, കെയുടെ കമ്പോണൻസ് പ്രൊഡക്റ്റ് കാണുക, എന്നിട്ട് എന്ത് ചെയ്യണം, മൊത്തത്തിൽ ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു ഇവിടെ നമുക്ക് 3 എന്ന് വന്നു, പ്ലസ് അവിടെ നമുക്ക് -2, ഇവിടെ നമുക്ക് -2 തന്നെ അല്ലേ. സോ -2 ഇൻറ്റു -2 എന്ന് വന്നു, പ്ലസ് അവിടെ 3 ആണ്, ഇവിടെ അത് 1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 3 എന്ന് വന്നു, ഇവിടെ നമുക്ക് എന്താണ് +4 എന്നാണ് വരിക, ഇവിടെയും 3 എന്ന് തന്നെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 10 എന്നാണ് നമുക്കിവിടെ എ ഡോട്ട് ബി കിട്ടുക. ഇനി നമുക്ക് അവിടെ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് അവിടുത്തെ കമ്പോണൻസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് സം ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ദെൻ -2 സ്ക്വയർ പ്ലസ് അവിടെ എന്താണ് 3 സ്ക്വയർ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 9 എന്ന് വന്നു, അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് 14 എന്നാണ് നമുക്ക് അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കിട്ടുക. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ കമ്പോണൻസ് നോക്കിയപ്പോൾ 3, സോ 3യുടെ സ്ക്വയർ ദെൻ -2, സോ -2ൻ്റെ സ്ക്വയർ ദെൻ 1ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 1, അവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 14 എന്ന് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. സോ കോസ് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് ബി എന്നാണ് പറഞ്ഞത്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ അത് 10 ആണ്, ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് മോഡ് എ എന്ന് പറഞ്ഞത് √14 എന്ന് പറഞ്ഞു, ഇവിടെ മോഡ് ബിയും √14 എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ 10/14 എന്ന് എഴുതാനായിട്ട് പറ്റില്ല. √14 എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ നമുക്ക് അവിടെ 2 കട്ട് ചെയ്താൽ 5/7 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, അത് കോസ് ഇൻവേഴ്സ് ഓഫ് 5/7 എന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ വെക്ടർ നമുക്ക് വെക്ടർ എ എന്ന് എടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എ ദാറ്റ് ഈസ് ഈക്വൽ ടു I - j എന്നെടുക്കാനായിട്ട് പറ്റും. അടുത്ത രണ്ടാമത്തെ വെക്ടർ നമ്മൾ ബി എന്നാണ് എടുക്കുക. സോ നമ്മൾ I + j എന്നെടുത്തു.
അങ്ങനെ വരുമ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് ബി എന്നാണ് നമുക്ക് ഫോർമുല പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ഡോട്ട് ബി കണ്ടുപിടിക്കണം, ഒപ്പം അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കണ്ടുപിടിക്കണം, എങ്കിലാണ് നമുക്ക് അവിടെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ എ ഡോട്ട് ബി കാണാനായിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ റെസ്പെക്റ്റീവ് കമ്പോണൻസ് പ്രൊഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഐയുടെ കോയിഫിഷ്യൻസ് നോക്കുമ്പോൾ 1ഉം ഇവിടെ 1 ആണ് അല്ലേ. സോ 1 × 1 പ്ലസ് ഇവിടെ എന്താണ് -1 × 1 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നാണ് വരിക. അങ്ങനെ നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ എന്താ വന്നിരിക്കുന്നത് 1 -1 എന്നാണ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, അഥവാ 0 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നാണ്. ഇപ്പോൾ ഞാൻ മോഡ് ബി കണ്ടുപിടിച്ചിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ എ ഡോട്ട് ബി 0 ആയിരുന്നു. അപ്പോൾ നോക്കുക 0/anything=0 എന്നാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെയും നമുക്ക് പ്രൊജക്ഷൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യത്തെ വെക്ടറിനെ വെക്ടർ എ എന്ന് എടുക്കാം. എന്ന് പറയുമ്പോൾ a = i + 3j + 7k എന്നാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ വെക്ടർ നമുക്ക് ബി എന്ന് എടുക്കാം. സോ 7i - j + 8k അല്ലേ. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ വെക്ടറിന്റെ പ്രൊജക്ഷൻ രണ്ടാമത്തെ വെക്ടറിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി അല്ലേ. അങ്ങനെ വരുമ്പോൾ ഫോർമുല നമ്മൾ പറഞ്ഞു, അത് എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ബി എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എ ഡോട്ട് ബിയും മോഡുലസ് ഓഫ് ബിയും കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നോക്കുക റെസ്പെക്റ്റീവ് കമ്പൗണ്ട്സ് നമ്മൾ പ്രൊഡക്റ്റ് കാണുകയാണ്. സോ 1 × 7 പ്ലസ് 3 × -1 പ്ലസ് 7 × 8 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - 3 ദെൻ 56 എന്നാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 60 എന്നാണ് എ ഡോട്ട് ബി കിട്ടുക. ഇനി നമുക്ക് അവിടെ മോഡ് ബി കണ്ടുപിടിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ എന്താണ് 7ന്റെ സ്ക്വയർ പ്ലസ് -1ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ ആണ് വരിക. സോ സ്ക്വയർ റൂട്ട് ഓഫ് 49 പ്ലസ് 1 ദെൻ 64 എന്ന് പറഞ്ഞു. സോ സ്ക്വയർ റൂട്ട് ഓഫ് 50 + 64 അല്ലേ 114 എന്നാണ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് പ്രൊജക്ഷൻ എഴുതാം അല്ലേ. അത് പ്രൊജക്ഷൻ ഈസ് അത് എത്രയാണ്, അതെന്ന് പറയുന്നത് എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് ബി എന്നാണ് പറഞ്ഞത്. സോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 60 ആണ്. ഇവിടെ മോഡ് ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 114 ആണ്. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നോക്കുക ഫോർമുലയ്ക്കകത്ത് ഇവിടെ മോഡ് ബി ആണ്, അവിടെ തെറ്റിച്ച് കളയരുത്. അവിടെ മോഡേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ മാറിപ്പോവും. അപ്പോൾ എപ്പോഴും നോക്കുക ഒരു വെക്ടറിന്റെ പ്രൊജക്ഷൻ വേറൊരു വെക്ടറിലാണ് അല്ലേ. ഓൺ എന്ന് പറഞ്ഞു വരുന്ന വെക്ടർ ഉണ്ടോ അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് താഴെ വരേണ്ടത്, അതിനെയാണ് മോഡ് ബി എന്ന് പറയുന്നത്. മോഡ് എടുത്തിട്ട് ആൻസർ ഒരിക്കലും തെറ്റിക്കരുത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അവ 3ഉം യൂണിറ്റ് വെക്ടർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ആദ്യം ചോദിച്ചിരിക്കുക. അതിനുശേഷം അവ 3ഉം എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഓരോന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ്സ് 1 ആണെങ്കിൽ നമുക്ക് അവ യൂണിറ്റ് വെക്ടർ ആണെന്ന് പറയാം. അതിനുശേഷം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഓരോന്നിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് കാണുക, അത് 0 ആണെങ്കിൽ അവ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. ദെൻ ഇവർ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് കാണുക, അതിനുശേഷം ഒന്നാമത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് കാണുക. അപ്പോൾ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടുകയാണെങ്കിൽ ആ വെക്ടേഴ്സ് അല്ലേ, അവിടുത്തെ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ആളെ വെക്ടർ എ എന്നും രണ്ടാമത്തെ വെക്ടർ ബി എന്നും മൂന്നാമത്തെ വെക്ടർ സി എന്ന് എടുക്കുകയാണ്. നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ വെക്ടർ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7 ഓഫ് 2i പ്ലസ് 3j പ്ലസ് 6k എന്നാണ് എടുക്കുക. വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 1/7 3i - 6j പ്ലസ് 2k. ദെൻ വെക്ടർ സി എന്ന് പറയുന്നത് 1/7 ഓഫ് 6i പ്ലസ് 2j മൈനസ് 3k അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിക്കണം. സോ ഞാൻ മോഡ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം, നമുക്ക് 1/7 പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ 1/7 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ 1/7 മാറ്റി നിർത്തിയിട്ട് 1/7 ഇൻറ്റു ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാലും മതി. നമുക്കത് പ്രോപ്പർട്ടി ആണല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ എയുടെ മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് മോഡ് ലാംഡ ഇൻറ്റു മോഡ് എ എന്നാണ് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവുക. അതനുസരിച്ച് നമുക്കിവിടെ 1/7 ഇൻറ്റു ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് എന്നെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ 2ന്റെ സ്ക്വയർ 4 പ്ലസ് 3യുടെ സ്ക്വയർ 9
പ്ലസ് ഇവിടെ 6 സ്ക്വയർ 36 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7 സ്ക്വയർ റൂട്ട് ഓഫ് ഇത് എത്രയാണ് 40 + 9 അല്ലേ 49 എന്ന് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞാൽ 7 ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റു 7 എഴുതാനായിട്ട് പറ്റി. സോ 1/7 ഇൻറ്റു 7 നമുക്ക് 1 എന്നാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെക്ടർ യൂണിറ്റ് വെക്ടർ ആണെന്ന് മനസ്സിലായി. ഇതുപോലെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 1/7 മാറ്റി നിർത്തി. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 ഇവിടെ -6 സ്ക്വയർ 36 2 സ്ക്വയർ 4 എന്നാണ് വരിക. സോ 1/7 ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് വന്നു. അഥവാ 1/7 ഓഫ് 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഇവിടെ കിട്ടുക. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി കണ്ടുപിടിക്കണം. അങ്ങനെ വരുമ്പോഴും 1/7 ഇൻറ്റു ഇവിടെ 36 അല്ലേ 6 സ്ക്വയർ 36 ദെൻ 4 ദെൻ 9 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7 സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞു. അതും 1/7 ഇൻറ്റു 7 ആണ്. അഥവാ 1 എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുക. എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം തന്നിരിക്കുന്ന വെക്ടേഴ്സ് എല്ലാം എന്താണ് അവരെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ എഴുതണം therefore the given vectors are unit vectors എന്ന് എഴുതിയേക്കുക അവിടെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. അപ്പോൾ എ ഡോട്ട് ബി കാണുമ്പോൾ നോക്കുക ഇവ തമ്മിലാണ് ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ 1/7 ഇൻറ്റു 1/7 എന്നുള്ളത് പുറത്ത് വരും. ബാക്കി സ്കേലർ കമ്പോണൻസ് റെസ്പെക്റ്റീവ് ആയിട്ട് പ്രൊഡക്റ്റ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 1/7 അകത്തോട്ട് എടുത്തിട്ടും നമ്മൾ ഇതേ പരിപാടി തന്നെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 1/7 പുറത്ത് വന്നു. ദെൻ അടുത്ത 1/7 അല്ലേ ആദ്യത്തെ ആളുടെ 1/7 ദെൻ രണ്ടാമത്തെ ആളുടെ 1/7 വന്നു. പിന്നെ നോക്കുക 2 ഇൻറ്റു 3 അല്ലേ 2 ഇൻറ്റു 3 എന്നാണ് അവിടെ വരിക. സോ 2 ഇൻറ്റു 3 എന്ന് എഴുതി. പ്ലസ് അടുത്തതോ 3 ഇൻറ്റു -6 എന്നാണ് വരുന്നത്. സോ 3 ഇൻറ്റു -6 എന്ന് എഴുതി. പ്ലസ് അടുത്തതോ 6 ഇൻറ്റു 2 എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ 6 ഇൻറ്റു 2 എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/49 ഓഫ് ഇത് എത്രയാണ് 6 ദെൻ -18 പ്ലസ് 12 എന്നാണ് വരിക. അങ്ങനെ വരുമ്പോൾ 1/49 ഇൻറ്റു 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് പറയാം വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ എന്താണ് അവർ തമ്മിലുള്ള ആംഗിൾ 90 ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാം. ഇതുപോലെ തന്നെ നമ്മൾ ബി ഡോട്ട് സി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ 1/7 പുറത്ത് വന്നു. ബാക്കി അവിടെ എന്തുണ്ട് നോക്കുക 3 ഇൻറ്റു 6 അല്ലേ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ 18 എന്ന് എഴുതുക. ഇനി എന്താ -6ഉം അവിടെ +2 അല്ലേ പ്രൊഡക്റ്റ് കാണുമ്പോൾ -12 എന്ന് വന്നു. പിന്നെന്താ 2ഉം -3ഉം ഉണ്ട്. -6 എന്നാണ് വരിക. സോ 1/49 ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് എ ഡോട്ട് സിയോ അല്ലെങ്കിൽ സി ഡോട്ട് എയോ കണ്ടുപിടിക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ 1/7ഉം 1/7 പുറത്ത് വന്നു. 1/7 ഇൻറ്റു 1/7 ദെൻ അവിടെ പ്രോഡക്റ്റ് കാണുമ്പോൾ 2 ഇൻറ്റു 6 അല്ലേ നമുക്ക് അവിടെ 12 എന്ന് എഴുതാനായിട്ട് പറ്റി. ദെൻ 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് അവിടെ 6 ആണ്. സോ +6 എന്ന് എഴുതി. 6 ഇൻറ്റു -3 എന്ന് പറയുന്നത് അത് -18 ആണ്. അപ്പോൾ അവിടെയും 1/49 ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടി വരും. ഇതിന് ശേഷം നമ്മൾ എഴുതും therefore the given vectors അല്ലേ the given vectors are mutually perpendicular അല്ലേ mutually perpendicular. അപ്പോൾ നോക്കുക നമ്മളിവിടെ ആദ്യം യൂണിറ്റ് വെക്ടേഴ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു എഴുതണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. എന്താ എഴുതാൻ പറഞ്ഞത് the given vectors are യൂണിറ്റ് വെക്ടേഴ്സ് അല്ലേ അങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് നമ്മളവിടെ ഓരോന്നും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത്. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് 0 കിട്ടുകയാണെങ്കിൽ ആ വെക്ടേഴ്സ് എന്തായിരിക്കും അവ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും സിയും എടുത്തു. എ ഡോട്ട് ബി കണ്ടു അത് 0 ആണ് എന്ന് പറഞ്ഞാൽ എയും ബിയും പെർപെൻഡിക്കുലർ ആണ്. ബി ഡോട്ട് സി കണ്ടു അത് 0 ആണ് എന്ന് പറഞ്ഞാൽ ബിയും സിയും പെർപെൻഡിക്കുലർ ആണ്. ദെൻ എ ഡോട്ട് സി കണ്ടുപിടിച്ചു അതും എന്താണ് 0 ആണ് എന്ന് പറഞ്ഞാൽ എയും സിയും പെർപെൻഡിക്കുലർ ആണ് എന്നാണ് കിട്ടുക. അതുകൊണ്ട് ഈ തന്നിരിക്കണം 3 വെക്ടേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റി. ഇവിടെ മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചപ്പോൾ എല്ലാം 1 ആയിരുന്നു. അതുകൊണ്ട് അവ യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ a + b ഡോട്ട് a - b ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്നും ഒപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നുമാണ് തന്നിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ നമ്മൾ എ വിത്ത് a - b ആയിട്ട് ഡോട്ട് ചെയ്യണം. ദെൻ ബി വിത്ത് a - b ആയിട്ടാണ് ഡോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് എഴുതിയിട്ട് നമുക്ക് ഡോട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ വരുമ്പോൾ a + b ഡോട്ട്
എ മൈനസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്നായിരുന്നു. ഇപ്പോൾ ഡോട്ട് ചെയ്യുമ്പോൾ ഇവിടെ എ വിത്ത് എ അല്ലേ, ആദ്യം എ വിത്ത് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ വിത്ത് എയും ദെൻ എ വിത്ത് മൈനസ് ബിയുമാണ് വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എ ഡോട്ട് എ ദെൻ മൈനസ് എ ഡോട്ട് ബി എന്ന് എഴുതാനായിട്ട് പറ്റി. അതിനുശേഷം ഇവിടെ ബി ഡോട്ട് എ ആണ് അല്ലേ, അപ്പോൾ പ്ലസ് ബി ഡോട്ട് എ ദെൻ പ്ലസ് മൈനസ് ബി ഡോട്ട് ബി എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബി ഡോട്ട് എയും ഇവിടെ മൈനസ് എ ഡോട്ട് ബി ഉണ്ട്. നമുക്കറിയാം ബി ഡോട്ട് എ തന്നെയാണ് എ ഡോട്ട് ബി, അതുകൊണ്ട് ഇത് എ ഡോട്ട് ബി ആയിട്ട് എടുത്താൽ ഇത് പ്ലസും മൈനസും വരുമ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ നോക്കുക എ ഡോട്ട് എ ഉണ്ട്, അതെന്താണ്, അത് മോഡുലസ് ഓഫ് എ സ്ക്വയർ എന്നാണ് വരിക. ഇവിടെ വരുമ്പോഴോ അത് മോഡ് ബി സ്ക്വയർ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോൾ നോക്കുക ഇത് എപ്പോഴും എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ ആണ്. അപ്പോൾ അത് ഫോർമുലയായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അത് കൊടുക്കാമായിരുന്നു. പറ്റില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഡോട്ട് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ സ്റ്റെപ്സ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം, അതല്ല ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കുക മോഡ് എ എന്ന് പറയുന്നത് 8 ടൈംസ് മോഡ് ബി ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മോഡ് എക്ക് പകരം നമുക്ക് 8 മോഡ് ബി എന്ന് കൊടുക്കാം. മൊത്തത്തിൽ സ്ക്വയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ സ്ക്വയർ എഴുതി. ദെൻ മൈനസ് നമുക്കിവിടെ മോഡ് ബിയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്നാണ് വരിക. അങ്ങനെ നോക്കിയപ്പോൾ ഈ സ്ക്വയർ 8ന് കൊടുക്കണം. അപ്പോൾ നമുക്കവിടെ 64 ദെൻ മോഡ് ബിയുടെ സ്ക്വയർ മൈനസ് മോഡ് ബിയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്നാണ് കിട്ടുക. അപ്പോൾ 64 മോഡ് ബി സ്ക്വയർ മൈനസ് 1 മോഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 63 ടൈംസ് മോഡ് ബി സ്ക്വയർ എന്നാണ് ഇപ്പോൾ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞു. അവിടെ നിന്നും മോഡ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 8/63 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റി. ഇനി നമ്മളവിടെ മോഡ് ബി കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8/63 എന്നാണ് വരിക. അതിനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8ന് വേണമെങ്കിൽ 4 × 2 എന്ന് എഴുതാം. ഇവിടെ താഴെ നമുക്ക് 9 × 7 എന്നും എഴുതാനായിട്ട് പറ്റി. അങ്ങനെ നോക്കിയപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണ്, 2 ആണ്. അപ്പോൾ അത് പുറത്തോട്ട് വന്നു. ബാക്കി ഇവിടെ ആരുണ്ട്, √2 ഉണ്ട്. ഡിവൈഡ് ബൈ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്, അത് വെളിയിൽ വന്നു. ബാക്കി അവിടെ എന്തുണ്ട്, 7 ഉണ്ട്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 7 എന്നാണ് വരിക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ മോഡ് ബി ആയിട്ട് കിട്ടണത്. നമുക്കിനി മോഡ് എ കണ്ടുപിടിക്കണം. സോ മോഡ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു അതെന്താണ്, അത് 8 ടൈംസ് മോഡ് ബി ആണ് എന്ന് നമുക്കറിയാം. മോഡ് ബി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു 8 ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ 8 × 2√2 ബൈ 3√7 എന്നാണ് വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ 16√2 ഡിവൈഡ് ബൈ 3√7 എന്ന് പറയാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് മോഡ് എയുടെ വാല്യൂ. ഇതാണ് നമുക്ക് മോഡ് ബി ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് 3a - 5b ഡോട്ട് 2a + 7b എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുമ്പോൾ 3a - 5b ഡോട്ട് 2a + 7b ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുക. ഇവിടെ നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ 3a ഡോട്ട് 2a ചെയ്യണം, ദെൻ 3a വിത്ത് 7b ഡോട്ട് ചെയ്യണം. അതിനുശേഷം -5b വിത്ത് 2a ഡോട്ട് ദെൻ -5b ഡോട്ട് 7b എന്നാണ് വരിക. എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ 3a ഡോട്ട് 2a എന്ന് വന്നു പ്ലസ് 3a ഡോട്ട് 7b എന്ന് വന്നു മൈനസ് 5b ഡോട്ട് 2a ദെൻ മൈനസ് 5b ഡോട്ട് 7b എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം, നമുക്കിവിടെ 3a വെക്ടർ ഡോട്ട് 2a വെക്ടർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ ഡോട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് പ്രോപ്പർട്ടി പറയുക. എന്ന് പറഞ്ഞാൽ ഈ 3യും 2യും നമുക്ക് മാറ്റി നിർത്താം. എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 3 × 2 എന്ന് എഴുതാനായിട്ട് പറ്റും. ബാക്കിയുള്ളത് ആരാണ്, അത് a ഡോട്ട് a ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് പറ്റി. പ്ലസ് ഇവിടെ വരുമ്പോഴോ 3 × 7 വന്നു, ബാക്കി എന്താണ് a ഡോട്ട് b എന്നാണ് വരിക. ഇവിടെ നോക്കുമ്പോൾ -5 × 2 ദെൻ b ഡോട്ട് a എന്ന് വന്നു. ഇവിടെയോ -5 × 7 b ഡോട്ട് b എന്നാണ് നമുക്ക് വരിക. അങ്ങനെ നോക്കുമ്പോൾ ഇത് 6 × a ഡോട്ട് a എന്നാണ്. a ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണ്.
പ്ലസ് ഇവിടെയോ 21a ഡോട്ട് ബി എന്നാണ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് -10b ഡോട്ട് എ എന്നാണ് വരിക. ബി ഡോട്ട് എ തന്നെയാണ് എ ഡോട്ട് ബി, അതുകൊണ്ട് നമുക്ക് ഇവിടെ 10a ഡോട്ട് ബി എന്ന് എഴുതാം. -35 ഓഫ് മോഡ് ബി സ്ക്വയർ എന്ന് വന്നു എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് ബി എന്ന് പറയുന്നത് അത് മോഡ് ബി സ്ക്വയർ ആണ്. അങ്ങനെ വന്നപ്പോൾ ഇത് 6 ദെൻ മോഡ് എയുടെ സ്ക്വയർ. ഇവിടെ നമുക്ക് 21a ഡോട്ട് ബി -10a ഡോട്ട് ബി ആണ്. നമുക്ക് അതിനെ +11a ഡോട്ട് ബി എന്ന് എഴുതാനായിട്ട് പറ്റി. മൈനസ് അവിടെ 35 മോഡ് ബി സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്കിവിടെ 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുക. കണ്ടീഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? അവയുടെ മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്, അവ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്, ഒപ്പം അവയുടെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1/2 ആണ് എന്നുമാണ് തന്നിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും ഈക്വൽ ആണ് എന്ന് അവർ തന്നിട്ടുണ്ട്. നമുക്കത് എഴുതാം. നോക്കുക, ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതാം. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 1/2 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ മോഡ് എ ദെൻ മോഡ് ബി കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നോക്കാം, മോഡ് എയും മോഡ് ബിയും സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാളെ മറ്റേ ആളുടെ ടൈമിലോട്ട് മാറ്റാം. അപ്പം ഞാൻ മോഡ് ബിനെ മാറ്റി മോഡ് എ എന്ന് എഴുതി. ദെൻ കോസ് ഓഫ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞു. അഥവാ മോഡ് എയുടെ സ്ക്വയർ കോസ് 60 ഡിഗ്രി അല്ലേ. കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അതും 1/2 ആണ്. സോ ഇൻറ്റു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് മോഡ് എയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1/2 ഈ 1/2 കട്ട് ചെയ്തു പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1/2 ആയിരുന്നു, ഇയാൾ വന്നിട്ട് ഇൻറ്റു 2 എന്നാവും. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. അവിടെ നിന്ന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എഴുതുമ്പോൾ 1, കാരണം എന്താ അവിടെ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. സോ മോഡ് എ ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടി. എങ്കിൽ പിന്നെ മോഡ് ബി എന്തെന്ന് ചോദിച്ചാൽ അത് രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് അയാളെ നമുക്ക് 1 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ നോക്കാം, മോഡ് എ ഈക്വൽ ടു 1 ആൻഡ് മോഡ് ബി ഈക്വൽ ടു 1 എന്നാണ് ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് വെക്ടർ ആണ്. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് എ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ് തന്നിട്ടുണ്ട്. ഒപ്പം അവിടെ x-a ഡോട്ട് x + a ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്നും തന്നിട്ടുണ്ട്. അപ്പം നോക്കുക, എ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കത് 1 ആണ് എന്ന് എഴുതാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഈ കണ്ടീഷൻ നോക്കാം. അങ്ങനെ തന്നിരിക്കുന്നത് എന്താണ്? x-a ഡോട്ട് x + a എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ മോഡ് x² മോഡ് a² എന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി എഴുതുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡോട്ട് ചെയ്യും അല്ലേ എന്ന് പറഞ്ഞാൽ x ഡോട്ട് x ദെൻ പ്ലസ് x ഡോട്ട് a എന്ന് വന്നു മൈനസ് a ഡോട്ട് x എന്ന് വന്നു ദെൻ മൈനസ് a ഡോട്ട് a എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്നായി. അങ്ങനെ നോക്കിയപ്പോൾ x ഡോട്ട് a തന്നെയാണ് a ഡോട്ട് x എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇവ ക്യാൻസൽ ആയിട്ട് പോയി. x ഡോട്ട് x എന്താണ്? അത് മോഡ് എക്സിൻ്റെ സ്ക്വയർ ആണ്. a ഡോട്ട് a എന്ന് പറഞ്ഞാൽ മോഡ് എയുടെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് വന്നു. അപ്പോൾ നോക്കുക, ഇത് ഡയറക്റ്റ്ലി എഴുതി പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ ഇനി മോഡ് എയുടെ വാല്യൂ നമുക്ക് അറിയാം, അതെന്താണ്? അത് 1 ആണ്. സോ മോഡ് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. അവിടെ നിന്നും മോഡ് എക്സിൻ്റെ സ്ക്വയർ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഓർ മോഡ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 + 1. സോ മോഡ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 13 എന്നാണ് വരിക. അവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു √13 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. താങ്ക് യു.